നമസ്കാരം. കുറേ കാലങ്ങൾക്ക് ശേഷം അടുത്തയിടെ റിലീസ് ചെയ്ത അജിത്തിൻ്റെ സിനിമയാണ് ഗുഡ് ബാഡ് അഗ്ലി. സിനിമ അജിത്തിൻ്റെ പ്രേക്ഷകരുടെ മധ്യേ നല്ല വരവേൽപ്പോടെ മുന്നേറുകയാണ്. ഈ അവസരത്തിൽ സിനിമാ നിർമ്മാണ കമ്പനിയായ മൈത്രി കമ്പനിക്ക് നേരെ ഇളയരാജ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതെന്താണ് എന്നതാണ് നമ്മൾ ഇപ്പോൾ വിശദമായി കേൾക്കാൻ പോകുന്നത്. ഒരു സിനിമ കമ്പോസ് ചെയ്ത ഗാനങ്ങൾ മറ്റാരെങ്കിലും വിഷ്വലി സിനിമയായിട്ട് എടുക്കുമ്പോഴത്തേക്ക് അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കോപ്പി റൈറ്റ് കൊടുക്കണം എന്ന ഒരു നിയമമുണ്ട്. ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പണ്ട് ഇളയരാജ SP ബാലസുബ്രഹ്മണ്യൻ്റെ പ്രോഗ്രാമിനെതിരെ അദ്ദേഹം തുറന്ന വേദികളിൽ തൻ്റെ പെർമിഷനില്ലാതെ തൻ്റെ പാട്ടുകൾ ഉപയോഗിക്കുന്നു, അതിൻ്റെ കോപ്പിറൈറ്റ് തനിക്ക് ലഭിക്കണം എന്നും പറഞ്ഞ് SP ബാലസുബ്രഹ്മണ്യം മരണത്തിന് മുമ്പേ തന്നെ ഏതാണ്ട് 2 വർഷം മുന്നേ ഇദ്ദേഹം കോടതി കയറിയിരുന്നു. അത് ആ ഇടയ്ക്ക് വലിയ ചർച്ചാ വിഷയങ്ങളായിരുന്നു. എന്നാൽ ഈ അടുത്തയിടെ ഇറങ്ങിയ അജിത്തിൻ്റെ സിനിമയിൽ ഇളയരാജ തിട്ടപ്പെടുത്തിയ പാട്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ടെന്നും അതിന് ഉപയോഗിക്കുന്നതിന് മുന്നേ അദ്ദേഹത്തിൽ നിന്നും പെർമിഷൻ നിർമ്മാതാവ് സ്വീകരിച്ചിട്ടില്ലെന്നും ആയതിനാൽ അതിൻ്റെ നഷ്ടപരിഹാരമായി 5 കോടി രൂപ ആവശ്യപ്പെട്ടാണ് ഇളയരാജയുടെ വക്കീൽ മുഹേനെ ഇളയരാജ വീണ്ടും കോടതി കയറുന്നത്. അദ്ദേഹം അതിനെ ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ 5 കോടി രൂപയാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ ഞാൻ തിട്ടപ്പെടുത്തിയ ഈണങ്ങളുള്ള പാട്ടുകൾ വരുന്ന ഭാഗം നിങ്ങൾ സിനിമയിൽ നിന്നും വെട്ടിമാറ്റുക, അല്ലെന്നുണ്ടെങ്കിൽ കോപ്പിറൈറ്റിൻ്റെ അവകാശമായ എൻ്റെ നഷ്ടപരിഹാര തുക എന്നിൽ ഏൽപ്പിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ്. ഇതുകൂടാതെ ഇളയരാജയുടെ വക്കീൽ മറ്റൊരു കാര്യവും കൂടി പത്രമാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ ഇതുപോലെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ മഞ്ഞുമേൽ ബോയ്സ് എന്ന സിനിമ ഇളയരാജയുടെ പെർമിഷൻ ഇല്ലാതെ തന്നെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ആ സിനിമയിൽ അവർ ഉപയോഗിച്ചു, അതിനെതിരെയും കേസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് രാജയുടെ വക്കീൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കോപ്പിറൈറ്റ് നിയമത്തിൽ ഇപ്പോഴും സാധാരണക്കാരന് മനസ്സിലാകാത്തൊരു ഭാഗമുണ്ട്. അതായത് ഒരു സിനിമയുടെ അടിത്തറ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏതിൻ്റെയും അടിത്തറ പണം മുടക്കുന്ന വ്യക്തിയാണ്. ഒരു സംവിധായകനാകട്ടെ, അല്ലെങ്കിൽ ഒരു ലൈറ്റ് ബോയ് ആകട്ടെ, അല്ലെങ്കിൽ സംഗീതജ്ഞനാകട്ടെ, അഭിനേത്രിയാകട്ടെ, ആ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുള്ള മുഴുവനും, ഒരു സിനിമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന വ്യക്തികൾ മുഴുവനും തന്നെ അവരുടെ ഉചിതമായ പ്രതിഫലം പറ്റി തന്നെയാണ് അവർ ഈ കലാസൃഷ്ടിയിൽ ഒരു അംഗമായി തീർന്നിരിക്കുന്നത്. എന്നിരിക്കെ എൻ്റെ യുക്തിക്ക് ഞാൻ തിട്ടപ്പെടുത്തിയ ഈണങ്ങൾക്ക് കോപ്പിറൈറ്റ് നൽകണം എന്ന നിയമം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് സാധാരണക്കാരൻ ഇന്നും മനസ്സിലാകാത്തത്. അങ്ങനെ കോപ്പിറൈറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ആ നിർമ്മാതാവിനല്ലേ കൊടുക്കേണ്ടത്, അല്ലേ? ഇദ്ദേഹം ഒരു സംഗീതജ്ഞനാണ്, ഇദ്ദേഹം വന്നു, ഇദ്ദേഹം ആ ഈണങ്ങൾ തിട്ടപ്പെടുത്തി, അല്ലെങ്കിൽ ഗാനരചയിതാവ് വന്ന് ഗാനരചന നിർവഹിച്ചു. അവരുടെ ബുദ്ധിയിൽ ഉദിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അതിന് അവരുടെ നിശ്ചിത പ്രതിഫലം അവർ വാങ്ങിച്ചിട്ടുണ്ടല്ലോ, സൗജന്യമായി ചെയ്തു തന്നിട്ടില്ല, ഉണ്ടോ? എന്നിരിക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നിയമം പ്രാബല്യത്തിലുള്ളത് എന്നത് ഇന്നും സാധാരണക്കാരന് ഒരു തിരിച്ചറിയാനാവാത്തൊരു ഭാഗമാണ്. എന്തായാലും അജിത്തിൻ്റെ പുതിയ സിനിമയിലെ ഈ പാട്ടുകളുടെ പ്രശ്നത്തിൽ തമിഴ്നാട്ടിൽ അജിത്തിൻ്റെ ആരാധകർ അങ്ങേയറ്റം ഇളയരാജയുടെ ഭയങ്കര ദേഷ്യത്തിലാണ്. കാരണം ഇളയരാജ എന്ന് പറയുന്നതൊരു അദ്ദേഹത്തിൻ്റെ കഴിവ്, നമുക്ക് അംഗീകരിക്കപ്പെടേണ്ട കഴിവ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പല സംവിധായകരും പറഞ്ഞിട്ടുണ്ട്, ഇളയരാജയെ പോലെ ഇത്രയ്ക്കും ഫാസ്റ്റായിട്ട് ഈണങ്ങൾ തിട്ടപ്പെടുത്തുന്ന ഒരു സംഗീതജ്ഞനില്ല എന്ന് തന്നെയാണ്. എന്തിനധികം പറയും, നമ്മുടെ പാച്ചിക്ക തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു സിനിമ 10 പാട്ടുകളുണ്ടെങ്കിലും ശരി, 2 പാട്ടുകളുണ്ടെങ്കിലും ശരി, അദ്ദേഹത്തിന് ഏതാണ്ട് 30 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 40 മിനിറ്റ്, അത് ആ സമയം കൊണ്ട് അദ്ദേഹം അതിന് സൂട്ടബിളായിട്ടുള്ള ഈണം തിട്ടപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ്. അത്രയ്ക്കും ഒരു കഴിവുള്ള ആൾ തന്നെയാണ് സംഗീതത്തിൻ്റെ കാര്യത്തിൽ. മറിച്ച് മറ്റുള്ള കാര്യങ്ങളിലൊന്നും ഒരിക്കലും അദ്ദേഹത്തെ നമുക്ക് യോജിക്കാൻ പറ്റുകയില്ല. പക്ഷേ ഈ ഒരു പ്രശ്നം ഇങ്ങനെ തമിഴ്നാട്ടിൽ ഈ കഴിഞ്ഞ 2 ദിവസങ്ങളായി ഇങ്ങനെ ചൂട് പിടിച്ചിരിക്കുകയാണ്. അജിത്തിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 2-3 വർഷം കഴിഞ്ഞ് വന്ന ഒരു സിനിമയായത്.
സിനിമ മുഴുവനും കഥയ്ക്ക് ഈ പറയുന്ന വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ലെങ്കിലും ആരാധകരെ തൃപ്തിപ്പെടുത്തുക എന്ന ഏക ഒരു ലക്ഷ്യത്തോടെയാണ് ഈ സിനിമ ചിത്രീകരിച്ച് സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ ആ സിനിമ പ്രത്യേകിച്ചും കലാമൂല്യത്തിൻ്റെ കാര്യം നമുക്ക് അതിനകത്തുനിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുകയില്ല. തൻ്റെ ആരാധകരെ തൃപ്തിപ്പെടുത്തുക എന്ന ഏക ലക്ഷ്യത്തോടെയാണ് ഈ സിനിമ ഇറക്കിയിരിക്കുന്നത്. അത് കണ്ടിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. എന്നിരിക്കെ സ്വന്തം അജിത്തിൻ്റെ സിനിമയ്ക്കെതിരെ ഇത്തരം ഒരു പരാതിയായിട്ട് മുമ്പോട്ട് പോകുമ്പം ഇളയരാജയ്ക്ക് അത് ഏതെല്ലാം തരത്തിൽ ഇളയരാജ അത് ഫേസ് ചെയ്യേണ്ടി വരും എന്നതും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. എന്തായാലും 1-2 ദിവസങ്ങൾക്കകം ഈ പ്രശ്നം പരിഹരിക്കപ്പെടും. കാരണം അദ്ദേഹം ചോദിച്ച 5 കോടിയാണേലും എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ആ പ്രശ്നം അവസാനിപ്പിക്കും. കാരണം അദ്ദേഹത്തിന് അറിയാവില്ല, അദ്ദേഹത്തിന് 5 കോടി ചോദിച്ച് 1 കോടി കിട്ടിയാലും ലാഭമല്ലേ. കാരണം ആ ജോലിക്ക് അയാൾ തക്ക ഉചിതമായ പ്രതിഫലവും മേടിച്ചു. എല്ലാം കഴിഞ്ഞ കേസ് തന്നെയാണ്. പിന്നെ നിയമത്തിൻ്റെ ഏതോ ഒരു പഴുതിൻ്റെ സഹായത്തോടെയാണ് ഇത്തരം പരാതികളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നത്. ഗുഡ് ബാഡ് അഗ്ലി സിനിമയുടെ നിർമ്മാണ കമ്പനി പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പ്രൊഡ്യൂസറിൽ നിന്നും ഞങ്ങൾ പെർമിഷൻ മേടിച്ചിട്ടുണ്ട് എന്നാണ്. പക്ഷേ ഇദ്ദേഹം പറയുന്നത് അതുപോരാ, ഇതിനകത്ത് എൻ്റെയും സാന്നിധ്യമുണ്ട്, എനിക്കും കൂടി അർഹതപ്പെട്ടതാണ്, അങ്ങനെയാണ് നിയമം. അതുകൊണ്ട് അതിൻ്റെ റോയൽറ്റി എനിക്കും കൂടെ അവകാശപ്പെട്ടാണ്, എനിക്ക് തരണം എന്ന അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ പ്രശ്നം ഇളയരാജയുടെ ശ്രദ്ധയിൽപ്പെടാൻ കാരണമായത് പളനിയിൽ ഒരു തിയേറ്ററിൽ ഈ പാട്ടുകൾ ഇളയരാജ കമ്പോസ് ചെയ്തിട്ടുള്ള പാട്ടുകൾ അജിത്തിൻ്റെ സിനിമയിൽ സ്ക്രീനിൽ വരുമ്പോഴത്തേക്ക് അത് വീഡിയോ ഷൂട്ട് ചെയ്ത് ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു. അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ തന്നെ വക്കീലിൻ്റെ സഹായത്തോടെ ഈ സിനിമാ നിർമ്മാണ കമ്പനിക്ക് നേരെ നോട്ടീസ് അയക്കുകയും ആ വക്കീൽ തന്നെ പത്രമാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. ആ കൂടെയാണ് മലയാള സിനിമ മഞ്ഞുമേൽ ബോയ്സിൻ്റെ കാര്യവും കൂടി അദ്ദേഹം രേഖപ്പെടുത്തിയത്. മഞ്ഞുമേൽ ബോയ്സിൽ ഇളയരാജയുടെ പാട്ടുകൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ പ്രതിഫലം റോയൽറ്റി ഇളയരാജയ്ക്ക് കൊടുക്കാതെ കബളിപ്പിച്ചെന്നും അതിനെതിരെയും ഇളയരാജ നോട്ടീസ് അയച്ചിട്ടുള്ളതായിട്ടും വക്കീൽ അറിയിക്കുകയുണ്ടായി. എന്തായാലും എൻ്റെ ഈ ചാനൽ പരിപാടി ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.